നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുവാനുള്ള കഞ്ചാവുമായി 2 യുവാക്കളെ കൂടി വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. സ്വന്തമായുണ്ടായിരുന്ന കുടിലും കാറ്റിൽ തകർന്നു വീണതിന്റെ വേദനയിൽ നാട്ടികയിൽ ഒരു കുടുംബം. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുവാനുള്ള കഞ്ചാവുമായി 2 യുവാക്കളെ കൂടി വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി താണിക്കുടം സ്വദേശി തേറാക്കിൽ വിഷ്ണു, പൂമല സ്വദേശി പാണാട്ട് വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. തുടർച്ചയായ 2 ദിവസത്തിനിടെ കഞ്ചാവ് ലഹരി മാഫിയ സംഘത്തിലെ 4 പേരാണ് കഞ്ചാവുമായി വലപ്പാട് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇന്നുച്ചയ്ക്ക് നാട്ടിക ഗവൺമെന്റ് സ്കൂളിനടുത്തു നിന്നാണ് 2 പ്രതികളെയും വലപ്പാട് SI മഹേഷ് കണ്ടേമ്പത്തും സംഘവും ചേർന്ന് പിടികൂടിയത്. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഒളിപ്പിച്ച നിലയിൽ 135 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. പ്രതികൾ സഞ്ചരിക്കുന്ന ബൈക്കിനെ കുറിച്ച് നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇരുവരും വന്ന ബൈക്കിനെ പിന്തുടർന്ന ഫിഷറി സ്കൂളിനടുത്ത് വെച്ചാണ് പോലീസ് ബൈക്ക് തടഞ്ഞത്. വിൽപ്പനയ്ക്കായുള്ള കഞ്ചാവിൽ നിന്ന് ഇരുവർക്കും ഉപയോഗിക്കുവാനുള്ള കഞ്ചാവ് മാറ്റിവെക്കുകയും ബാക്കി വിദ്യാർത്ഥികൾക്ക് വിൽക്കുകയുമാണ് പതിവ്. ഇത്തരത്തിൽ തങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള കഞ്ചാവ് ചുളുവിൽ സ്വന്തമാക്കുന്നതാണ് പ്രതികളുടെ പ്രത്യേകത. അറസ്റ്റിലായ പ്രതികളെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം ഇതേ സംഘത്തിൽപ്പെട്ട കൊലപാതക ശ്രമക്കേസിലെ പ്രതി ഉൾപ്പെടെ 2 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ദേശമംഗലം തിച്ചൂർ സ്വദേശികളായ പ്രവീൺ, മോഹൻദാസ് എന്നിവരാണ് പിടിയിലായത്. ഇരുവരും ഇപ്പോൾ റിമാൻഡിലാണ്. ഇവരിൽ നിന്നാണ് തീരദേശ മേഖലയിൽ സജീവമായ കഞ്ചാവ് ഉൾപ്പെടുന്ന ലഹരി മാഫിയ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിലാണ് ഇന്ന് 2 പ്രതികൾ കൂടി പോലീസിന്റെ വലയിലായത്. 9, 10, +2 വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് മാഫിയ സംഘം സജീവമായിരിക്കുന്നതെന്നും പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇതോടൊപ്പം പെൺകുട്ടികളെ കഞ്ചാവ് നൽകി പ്രലോഭിപ്പിച്ച് ലൈംഗികമായി ഉപയോഗിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന സംഘാംഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. പഠനത്തിന് കൂടുതൽ ഏകാഗ്രത നൽകുമെന്നും പരമശിവന്റെ ജഡയാണ് ഇതെന്നും മാഫിയ സംഘം വിദ്യാർത്ഥിനികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വലപ്പാട് CR സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ SI മഹേഷ് കണ്ടേമ്പത്തിനൊപ്പം ഗ്രേഡ് SI സലീൽ കുമാർ, CPOമാരായ മിഥുൻ ലാൽ, പ്രജീഷ്, SPD സ്ക്വാഡ് അംഗങ്ങളായ TR ഷൈൻ, അനന്തകൃഷ്ണൻ എന്നിവരും ഉണ്ടായിരുന്നു. പെരിഞ്ഞനത്ത് 26 അടി താഴ്ചയുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് ഭാഗത്ത് കളപ്പുരയ്ക്കൽ സുബ്രഹ്മണ്യന്റെ വീട്ടുപറമ്പിലെ വലിയ കിണറാണ് ഇടിഞ്ഞു താഴോട്ട് പോയത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. സുബ്രഹ്മണ്യൻ വീട്ടുപറമ്പിലെ തെങ്ങിനെ നനച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് വെള്ളം നിന്നപ്പോൾ കിണറിനടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കിണർ അപ്രത്യക്ഷമായി കണ്ടത്. 26 അടി താഴ്ചയും 3 അടി ഉയരത്തിൽ ആൾമറയുമുള്ള കിണറായിരുന്നു 10 അടി താഴോട്ട് പോയത്. ചെങ്കല്ലുകൊണ്ട് കെട്ടിയ കിണറിന് 30 വർഷം പഴക്കമുണ്ട്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. സ്വന്തമായുണ്ടായിരുന്ന കുടിലും കാറ്റിൽ തകർന്നു വീണതിന്റെ വേദനയിലാണ് നാട്ടികയിലെ ഒരു കുടുംബം. നാട്ടിക AKG കോളനി സ്വദേശി കിഴക്കേപ്പാട്ട് പ്രദീപിന്റെ ഓലമേഞ്ഞ വീടാണ് കാറ്റിൽ തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെയാണ് സംഭവം. പ്രദീപ്, ഭാര്യ കവിത, മകൾ പ്രിയങ്ക എന്നിവരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രാത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങിയതിന് മിനിറ്റുകൾക്ക് ശേഷം വീട് പൂർണ്ണമായും നിലംപൊത്തുകയായിരുന്നു. മരത്തടിയിലും കോൺക്രീറ്റ് പോസ്റ്റിലുമാണ് വീട് നിർമ്മിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി മരത്തടി ഏതാണ്ട് പൂർണ്ണമായും ദ്രവിച്ച അവസ്ഥയിലായിരുന്നു. സ്വന്തമായൊരു അലമാര പോലും ഇല്ലാത്ത വീടാണ് പ്രദീപിൻ്റെത്. ആകെയുള്ള വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം തകർന്ന കുടിലിനൊപ്പം നശിച്ചിരിക്കുകയാണ്. വൈദ്യുതി ബന്ധം ഇതുവരെയും പ്രദീപിന്റെ വീടിന് ലഭിച്ചിരുന്നില്ല. രാത്രി വീട് തകർന്നതോടെ നേരം പുലരുവോളം മുറ്റത്താണ് പ്രദീപും ഭാര്യ കവിതയും 8ാം ക്ലാസ്സുകാരിയായ മകൾ പ്രിയങ്കയും കഴിഞ്ഞത്. പ്ലാസ്റ്റിക് കുടങ്ങൾ ഒഴികെയുള്ള വീട്ടുപകരണങ്ങളെല്ലാം കുടിലിനൊപ്പം തകർന്നു. നാട്ടിക SN സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പ്രിയങ്ക. മഴക്കാലത്ത് കുടിൽ ചോർന്നതോടെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞാണ് പ്രദീപും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഉള്ളതെല്ലാം നഷ്ടമായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസവും ഈ കുടുംബത്തിനുണ്ട്. എടത്തിരുത്തിയിൽ പച്ചക്കറി വണ്ടി കത്തി നശിച്ചു. എടത്തിരുത്തി ചന്തയിൽ 2 കെട്ടിടങ്ങളുടെ ഇടയിലായി നിർത്തിയിട്ടിരുന്ന 4 ചക്ര വണ്ടിയാണ് സാമൂഹിക വിരുദ്ധർ തീവച്ച് നശിപ്പിച്ചത്. എടത്തിരുത്തി സൗത്ത് മാണിയത്ത് തിലകന്റെയാണ് പച്ചക്കറി വണ്ടി. വിൽപ്പന കഴിഞ്ഞ് ഇന്നലെ രാത്രി 7 മണിയോടെയാണ് വണ്ടി ചന്തയിൽ കൊണ്ടിട്ടത്. ഇന്ന് രാവിലെ 7:30ഓടെയാണ് വണ്ടി കത്തി നശിച്ച നിലയിൽ കണ്ടത്. വണ്ടിയിലുണ്ടായിരുന്ന 2000 രൂപയുടെ പച്ചക്കറിയും കത്തിയമർന്നു. മതിലകം SI KS സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇടവേള.